ഇത് മാത്രം വിളിച്ചാൽ മതി. റിപ്പോർട്ട് ഞാൻ വായിക്കണം. പൊന്നിൻ ചമയങ്ങൾ അണിഞ്ഞ 25 കരിവീരന്മാർ പള്ളിക്ക് അഭിമുഖമായി അണിനിരന്നത് മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ ഏറ്റവും മനോഹര കാഴ്ചയായി. പിന്നെ ഇങ്ങനെ ഹൈദരോസ് കുട്ടി മൂപ്പരുടെ ശത്രുവിന്റെ പേരിൽ അറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ റോഡിൽ നിരന്തരോടെ പള്ളിയിലും പരിസരത്തും മനുഷ്യസമുദ്രം എരമ്പി. 3 ദിക്കുകളിൽ നിന്നായി 25 ഗജവീരന്മാരാണ് നിരന്നത്. ചെണ്ടമേളം, പഞ്ചവാദ്യം, ബാൻഡ് വേദ്യം എന്നിവയും ഉണ്ടായി. ആനപ്പുറത്തിരിക്കുന്നവർ ആലവട്ടവും എഞ്ചാമരവും വീശി. മനസ്സിലായില്ലേ? ഷഹീദ് ഹൈദരോസ് കുട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം എടപ്പുള്ളിയിൽ നിന്ന് മണത്തലയിൽ കൊണ്ടുവന്ന് കബറടക്കിയതിന്റെ സ്മരണ പുതുക്കുന്ന താബൂത്ത് കാഴ്ച. താബൂത്ത് കറണ്ട് ഷെയ്ഖിന്റെ ജാറത്തിന്റെ ഒരു മോഡൽ ഇങ്ങനെ അങ്ങാടി കൂടി കൊണ്ടുനടക്കും. അതായത് വേറെ ആ ചിത്രം ഷെയ്ഖിന്റെ ജാറത്തിന്റെ മോഡൽ ഇങ്ങനെ അങ്ങാടി കൂടി കൊണ്ടുനടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതാണ് ഇതൊന്ന് ശരിക്കും പിടിച്ചോ ജോസഫില്. എന്താ മൂപ്പരുടെ ജാറത്തിന്റെ ആ ശരിയായ മോഡലാണ്. ആ മോഡൽ ഇങ്ങനെ ഒരു മയ്യത്തുകെട്ടിലുമായി ജയിച്ചിട്ട് ആൾക്കാർ അങ്ങാടി കൂടി ഇങ്ങനെ നടത്തിയെന്നെ. അതിലെന്താ ഉള്ളത്? അത് നേർച്ചയിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഈ കയ്യിന്റെ കടച്ചിലിനൊക്കെ കട്ടിലിന്റെ ഒരു കമ്പ് കടന്നു ഇങ്ങനെ വെച്ചാൽ അസുഖമാണ് മാറും. അപ്പൊ അങ്ങനെ പല കാര്യത്തിനോട് ആളുകൾ നേർച്ചയാക്കാറുണ്ട്. അങ്ങനെ പിന്നെ അകമ്പടിയോടെ രാവിലെ 8-ന് 3 ആനകളുടെ അകമ്പടിയോടെ ഖുറാൻ സ്തോത്രങ്ങൾ ചൊല്ലി വഞ്ചിക്കടവിൽ നിന്ന് പുറപ്പെട്ടു. മുസ്ലിം കലകളുടെ പ്രതീകമായി കോൽക്കളി, അറവനവിട്ട്, മുട്ടുവിളി എന്നിവയ്ക്ക് പിന്നിലായി ചെണ്ടയും ബാൻഡും നിരന്നു. മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി താബൂത്തിന്റെ രക്ഷാധികാരികൾ, താബൂത്ത് ഈ സാധനമാണ്. താബൂത്തിന്റെ രക്ഷാധികാരികൾ ആരൊക്കെ? ജലീല്, പിന്നാരാ നമ്മളെ ശൈഖുനാ ജനാർദ്ദനൻ, പിന്നെ ബഹുമാനപ്പെട്ട ശൈഖുനാ ഡേവിഡ്, മതസൗഹാർദ്ദല്ലേ, എന്നിവര് കൈകോർത്തു. വിവിധ സ്ഥലങ്ങൾ ചുറ്റിയ താബൂത്ത് കാഴ്ചയിൽ 6 ആനകൾ കൂടി ഇടയ്ക്ക് പങ്കുചേർന്നു. ഉണ്ടോ? 6 ആനകൾ കൂടി ഇടയ്ക്ക് പങ്കുചേർന്നു. നടുവിൽ നിൽക്കുന്ന കൊമ്പനാനയുടെ നെറ്റിപ്പട്ടത്തിൽ ചന്ദ്രക്കല വധിച്ച, മുസ്ലിങ്ങൾ മാപ്പിളാരുടെ ആളാണല്ലോ, ചന്ദ്രക്കല വധിച്ച പച്ചപ്പട്ട് പുതച്ചപ്പോൾ അന്തരീക്ഷത്തിൽ തക്ബീർ വിളികൾ മാറ്റൊലി കൊണ്ടു. അതിങ്ങനെ പുതക്കുമ്പോൾ ആ തക്ബീരെല്ലാം വെച്ചേക്കാം. ആ തക്ബീറിന് വേറൊരു കൂലി നിങ്ങൾ നിക്കാരത്തിൽ അല്ലാഹു അക്ബർ അല്ലത്, അത് ഞങ്ങൾക്ക് എഴുതിയുള്ളൂ. താബൂത്ത് 11 മണിക്ക് ശേഷം പള്ളിയിലെത്തി ഹൈദരോസ് കുട്ടി മൂപ്പരുടെ കബറിടത്തിൽ സ്ഥാപിച്ചു. ഭക്തി നിർഭരമായ ഈ ചടങ്ങിന് വൻ ജനക്കൂട്ടം സാക്ഷിയായി. 3 ദിക്കിൽ നിന്ന് വന്ന കൊടികയറ്റ കാഴ്ച 12 മണിയോടെ പള്ളിയിലെത്തി. 3 സ്ഥലങ്ങളിലായി കൊടികയറ്റം നടത്തി. ചടങ്ങിന് 13 ആനകൾ ഉണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെ 5-ന് ഒരിക്കൽ കൂടി നടക്കുന്ന കുട്ടിയെഴുന്നള്ളിപ്പോടെ 205ാമത് ചന്ദനക്കുടം മഹോത്സവത്തിന് തിരശ്ശീല വീഴും. മണത്തല ചന്ദനക്കുടം നേർച്ചക്ക് വെള്ളക്കൊടി കയറ്റിയത് കറുത്തവാക കുഞ്ഞിമോന്റെ സഹോദരപുത്രൻ അപ്പുക്കുട്ടനാണ്. കൊടി കയറ്റാനുള്ള അവകാശം 101 വർഷമായി കറുത്തവാക വീട്ടുകാർക്കാണ്. കുഞ്ഞിമോന്റെ അച്ഛൻ കോപ്പനും കുഞ്ഞിമോനും ശേഷമാണ് അപ്പുക്കുട്ടൻ കൊടി കയറ്റുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ബഹുമാനപ്പെട്ട കോപ്പനും അപ്പുക്കുട്ടനും ശൈഖുനാ ഡേവിഡും ജനാർദ്ദനനും അഹമ്മദും ജനാർദ്ദനും ജലീലും ഒക്കെ പാടെ കൂടി നടക്കുന്ന മതസൗഹാർദ്ദം.